8ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാം യൂണിറ്റ് വിങ്സ് ആൻഡ് വീൽസ്. ഈ യൂണിറ്റിൽ നിന്നുള്ള ആദ്യ അധ്യായം എ ഷിപ്രിക്ഡ് സെയിലർ എന്നുള്ള കഥയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. എ ഷിപ്രിക്ഡ് സെയിലർ എന്നുള്ള ഈ കഥ രചിച്ചിരിക്കുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എന്നുള്ള സുപ്രസിദ്ധനായ കൊളംബിയൻ എഴുത്തുകാരനാണ്. ഇതിലെ പശ്ചാത്തലവും പ്രതിപാദ്യ വിഷയവും ഒരു കടൽ യാത്രയും കപ്പൽ അപകടവും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും സാഹസികതകളുമാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ സമാനമായിട്ടുള്ള കപ്പൽ അപകടം, സാഹസികത, അതിലേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കാദ്യം അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഈ അധ്യായത്തിലേക്ക് വരാം. നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഹാവ് യു ഹേർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോ ഈസ് എ ക്യാരക്ടർ ഇൻ ഡാനിയൽ ഡീഫോസ് നോവൽ ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ, പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1919. 1919 പ്രസിദ്ധീകൃതമായ വളരെ പ്രസിദ്ധമായ ഒരു നോവൽ, ഡാനിയൽ ഡീഫോ എഴുതിയ ദി ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ എന്നുള്ള നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിലെ പ്രധാന കഥാപാത്രമായ റോബിൻസൺ ക്രൂസോയെ കുറിച്ചാണ് പറയുന്നത്. നൗ റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം റോബിൻസൺ ക്രൂസോസ് ഡയറി. ആ റോബിൻസൺ ക്രൂസോയുടെ ഒരു ഡയറി കുറിപ്പിൽ നിന്നുള്ള ഏതാനും ഭാഗം ഇവിടെ തന്നിരിക്കുന്നു. നമ്മോട് അതൊന്ന് വായിക്കാൻ ആവശ്യപ്പെടുന്നു. നമുക്ക് ആ ഡയറി കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കാം. September 30, 1659. ഇതാണ് റോബിൻസൺ ക്രൂസോ ഡയറി എഴുതിയ തീയതി. I, poor miserable Robinson Crusoe, being shipwrecked during a dreadful storm, came ashore on this dismal, unfortunate island, which I calls the island of despair. അദ്ദേഹം പറയുന്നത്, ഞാൻ വളരെ പാവപ്പെട്ട, ദുരിതം അനുഭവിക്കുന്ന റോബിൻസൺ ക്രൂസോ ശക്തമായ ഒരു കൊടുങ്കാറ്റിൽ, ഡ്രെഡ്ഫുൾ, ഭീകരമായ ഒരു സ്റ്റോം, കൊടുങ്കാറ്റിൽപ്പെട്ട് ഷിപ്പ്റെക്ട്, കപ്പൽ അപകടത്തിൽപ്പെട്ടു. അങ്ങനെ കെയിം അഷോർ, ഞാൻ തീരത്തണഞ്ഞിരിക്കുകയാണ്. എവിടെ ഞാൻ തീരത്തണഞ്ഞിരിക്കുന്നത്? ഒരു ദ്വീപിൽ എത്തിപ്പെട്ടിരിക്കുന്നു. ഓൺ ദിസ് ഡിസ്മൽ എന്ന് പറഞ്ഞാൽ സാഡ് ആൻഡ് വിതൗട്ട് ഹോപ്പ് എന്നുള്ളതാണ്. വളരെ ദുഃഖം തോന്നിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ പ്രതീക്ഷകൾ ഇല്ലാത്ത, അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദ്വീപിൽ, അൺഫോർച്ചുനേറ്റ് ഐലൻഡ്, വളരെ ദുരിതപൂർണമായ ഒരു ദ്വീപിലാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിച്ച് ഐ കോൾഡ് ദി ഐലൻഡ് ഓഫ് ഡിസ്പെയർ, ഞാൻ ഈ ദ്വീപിനെ ഐലൻഡ് ഓഫ് ഡിസ്പെയർ, നിരാശയുടെ ദ്വീപ് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഷിപ്സ് കമ്പനി ബീങ് ഡ്രൗൺഡ്, എൻ്റെ കപ്പലിലുണ്ടായിരുന്ന എൻ്റെ എല്ലാ കമ്പനിയും, എൻ്റെ കൂട്ടുകാരും സഹയാത്രികരെല്ലാം തന്നെ ഡ്രൗൺഡ്, അവരെല്ലാം മുങ്ങി മരിച്ചുപോയി. ആൻഡ് മൈസെൽഫ് ഓൾമോസ്റ്റ് ഡെഡ്, ഞാനാണെങ്കിലോ ഏകദേശം മരണത്തോട് അടുത്തിരിക്കുന്ന ഒരവസ്ഥയിലുമാണ്. ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഐ സ്പെൻഡ് ഇൻ അഫ്ലിക്റ്റിംഗ് മൈസെൽഫ്, ഈ പകൽ സമയം മുഴുവനും ഞാൻ സ്വയം അനുഭവിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ടാണ് ചെലവഴിച്ചത്. അഫ്ലിക്റ്റിംഗ് മീൻസ് സഫറിങ്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്. അറ്റ് ദ ഡിസ്മൽ സർക്കംസ്റ്റാൻസസ് ഐ വാസ് ബ്രോട്ട് ടു, ഈ ദുഃഖകരമായ, പ്രതീക്ഷ അറ്റ ഈ സാഹചര്യത്തിൽ ഞാൻ സ്വയം അകപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ പകൽ മുഴുവനും ഞാൻ ചെലവഴിച്ചത്. ഐ ഹാഡ് നൈദർ ഫുഡ്, ഹൗസ്, ക്ലോത്ത്സ്, നോ വെപ്പൺ, എനിക്ക് ഭക്ഷണമോ വീടോ വസ്ത്രങ്ങളോ മറ്റെന്തെങ്കിലും ആയുധങ്ങളോ എൻ്റെ കൈവശം ഇല്ല. ഇൻ ഡെസ്പെയർ ഐ സോ നത്തിങ് ബട്ട് ഡെത്ത് ബിഫോർ മീ, എൻ്റെ ഈ നിരാശയിൽ ഞാൻ മരണമല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊന്നും കാണുന്നില്ല, ഒരു പ്രതീക്ഷയും ഞാൻ കാണുന്നില്ല. either that I should be devoured by wild beasts, ഒന്നുകിൽ ഞാൻ വൈൽഡ് മൃഗങ്ങൾ കൊണ്ട്, ക്രൂരമായ കാട്ട് മൃഗങ്ങളാൽ ഒരുപക്ഷെ ഞാൻ കൊന്ന് തിന്നപ്പെട്ടേക്കാം. ഡിവോർഡ് എന്ന് പറഞ്ഞാൽ തിന്നപ്പെടുക, വിഴുങ്ങുക എന്നൊക്കെ അർത്ഥം. അതല്ലെങ്കിൽ മർഡേർഡ് ബൈ സാവജസ്, ഈ ദ്വീപിൽ ഒരുപക്ഷെ കാട്ടുജാതിക്കാരുണ്ടായിരിക്കാം, അപരിഷ്കൃതരായിട്ടുള്ള, നരഭോജികളായിട്ടുള്ള മനുഷ്യർ, സാവേജസ്. അൺസിവിലൈസ്ഡ് പീപ്പിൾ,
അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കാം. അവരാൽ ഞാൻ കൊല്ലപ്പെട്ടേക്കാം, murdered. or starved to death for want of food. അതല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചേക്കാം, starved. പട്ടിണി കിടക്കേണ്ടി വന്നേക്കാം, മരണം വരെ. for want of food, ഭക്ഷണത്തിൻ്റെ അഭാവത്താൽ. at the approach of night I slept in a tree. രാത്രി സമീപിച്ചപ്പോൾ ഞാൻ ഒരു മരത്തിലാണ് ഉറങ്ങിയത്. for fear of wild creatures. എന്തിനാണ് മരത്തിൽ കയറി ഉറങ്ങിയത്? വൈൽഡ് ക്രീച്ചേഴ്സ്, വൈൽഡ് ആനിമൽസിനെ ഭയപ്പെട്ടുകൊണ്ട്. ബട്ട് സ്ലെപ്റ്റ് സൗണ്ട്ലി. മരത്തിലാണെങ്കിലും ഞാൻ ഗാഢമായി ഉറങ്ങിപ്പോയി. ദോ ഇറ്റ് റെയിൻഡ് ഓൾ നൈറ്റ്. രാത്രി മുഴുക്കെ മഴയായിരുന്നിട്ടും, മഴ പെയ്തിട്ടും ഞാൻ എൻ്റെ മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ തളർന്ന് ഗാഢമായി ഉറങ്ങിപ്പോയി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ. ഇനി നമ്മുടെ ഏതാനും ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒന്ന്, വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ? റോബിൻസൺ ക്രൂസോക്ക് എന്താണ് സംഭവിച്ചത്? അതിന് ആൻസർ ഇതാണ്. റോബിൻസൺ ക്രൂസോ കെയിം ashore on a dismal and deserted island after a shipwreck. ഒരു കപ്പൽ അപകടത്തിന് ശേഷം, കപ്പൽ അപകടത്തിൽപ്പെട്ട് വളരെ ദുഃഖവും നിരാശയും മാത്രം അന്തരീക്ഷമായിട്ടുള്ള ഡെസേർട്ടഡ് ഐലൻഡ്, ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ അദ്ദേഹം എത്തിപ്പെട്ടു. നമ്പർ 2, why does he call the island of despair? എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ദ്വീപിനെ ദി ഐലൻഡ് ഓഫ് ഡെസ്പെയർ, നിരാശയുടെ ദ്വീപ് എന്ന് വിളിക്കാൻ കാരണം? ആൻസർ ഇതാണ്. ഓൾ ഹിസ് ഫെലോ വോയേജേഴ്സ് were drowned. അദ്ദേഹത്തിൻ്റെ സഹായ യാത്രികരെല്ലാം തന്നെ ഡ്രൗണ്ട്, മുങ്ങി മരിച്ചിരുന്നു. ആൻഡ് he was alone in the dismal island. ആ പ്രതീക്ഷയറ്റ ആ ദ്വീപിൽ അദ്ദേഹം തനിച്ചായിരുന്നു. he had no food, clothes or anything to keep himself alive. അദ്ദേഹത്തിന് ഭക്ഷണമോ വസ്ത്രമോ തൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എന്തെങ്കിലും വസ്തുക്കളോ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. he was so desperate. അദ്ദേഹം വളരെ പരിക്ഷീണനായിരുന്നു, ദുഃഖിതനായിരുന്നു, മനസ്സ് വിഷമിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് that he calls it the island of despair, നിരാശയുടെ ഒരു ദ്വീപ് എന്നാണ് അദ്ദേഹം ആ ദ്വീപിനെ വിളിച്ചത്. നമ്പർ 3, what do you think might be the feelings of a man who is alone in a deserted island? ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ എത്തിപ്പെട്ടാൽ ഏതൊരു മനുഷ്യൻ്റെയും മാനസിക വികാരങ്ങൾ, മാനസികാവസ്ഥ എന്തായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആൻസർ, എ മാൻ ലെഫ്റ്റ് അലോൺ ഇൻ എ ഡെസേർട്ടഡ് ഐലൻഡ് വിൽ എക്സ്ട്രീംലി ഫീൽ സാഡ്. ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ ഒരാൾ തനിച്ച് അകപ്പെട്ടു പോയാൽ അദ്ദേഹം വളരെ കഠിനമായ ദുഃഖം അനുഭവിക്കും. ഡെസ്പറേറ്റ്, നിരാശയും, ഡിപ്രസ്ഡ്, മനോവിഷമങ്ങളും, ഫ്രൈറ്റൻഡ്, ഭയപ്പെട്ട അവസ്ഥയിലും, ലോൺലി, ഒറ്റപ്പെട്ട അവസ്ഥയിലും, ഹോപ്പ്ലെസ്, പ്രതീക്ഷയറ്റ അവസ്ഥയിലുമൊക്കെ ആയിത്തീരും. ഇതൊക്കെയായിരിക്കും അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ മാനസികാവസ്ഥകൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പാഠഭാഗം വായിക്കുന്നതിൻ്റെ മുന്നോടിയായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്നു. നമ്മുടെ അധ്യായത്തിലേക്ക് പോകും മുമ്പ് നമ്മുടെ ഏതാനും കാര്യങ്ങളുടെ ഇവിടെ ചോദിക്കുന്നു. ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ലിവ് അലോൺ ഇൻ എ ഡെസേർട്ടഡ് ഐലൻഡ്. ഒരൊറ്റപ്പെട്ട ദ്വീപിൽ നിങ്ങൾ താമസിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ കരുതുക. യു ആർ ഗോയിങ് ടു ബി ദർ ഫോർ എ വീക്ക്. നിങ്ങൾ അവിടെ ഒരാഴ്ചക്കാലം ആ ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരും. യു ക്യാൻ ആസ്ക് ഫോർ ഓൺലി 5 things ടു ലിവ് ദർ. അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുക. ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. ആ തയ്യാറെടുപ്പിന് വേണ്ടതായ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുക. വാട്ട് വുഡ് ദേ ബി? എന്തൊക്കെയായിരിക്കും ആ 5 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? ആൻഡ് വൈ വുഡ് യു ആസ്ക് ദം? എന്തുകൊണ്ടാണ് ആ 5 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത്? എന്തൊക്കെയാണ്, എന്തുകൊണ്ട് അവ ചോദിക്കുന്നു എന്നും കൂടെ നിങ്ങൾ പറയണം. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കസ് വൈ യു നീഡ് ഈച്ച് ഓഫ് ദം. നിങ്ങൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയം ചർച്ച ചെയ്യുക. ഓരോ വസ്തുക്കൾ ഓരോരുത്തരും പറയണം. 5 വസ്തുക്കൾ. എന്തുകൊണ്ട് നിങ്ങൾ അത് തിരഞ്ഞെടുത്തു എന്നും പറയണം. ഒരു മോഡൽ ആൻസർ ഇവിടെ നമുക്ക് തരാം. 1, നിങ്ങൾ അങ്ങനെയുള്ളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടിവരുന്നത് ഫുഡ് ഐറ്റംസ്, ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം. എന്തിനാണ് ഭക്ഷണ സാധനങ്ങൾ? ടു ഹാവ് ഇനഫ് ഫുഡ് ടു കീപ് യുവർ സെൽഫ് അലൈവ്
ഫോർ എ വീക്ക് ദർ. ഒരാഴ്ചക്കാലം നിങ്ങൾ അവിടെ ജീവനോടെ ഇരിക്കണം. അതിനാവശ്യമായ ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. നമ്പർ 2, ഡ്രിങ്കിങ് വാട്ടർ. കുടിവെള്ളം കരുതണം. പെർഹാപ്സ് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ വിൽ നോട്ട് ബി അവൈലബിൾ ഇൻ ദി ഐലൻഡ്. നിങ്ങൾ താമസിക്കാൻ പോകുന്ന ആ ദ്വീപിൽ ഒരുപക്ഷെ കുടിവെള്ളം ലഭ്യമായിരിക്കില്ല. ശുദ്ധമായ കുടിവെള്ളം ലഭിച്ചില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് കുടിവെള്ളം നിങ്ങൾ കരുതണം. നമ്പർ 3, ക്ലോത്ത്സ്. ആവശ്യമായ വസ്ത്രങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്തിനാണത്? ടു കീപ് യു സേഫ് ഫ്രം സിവിയർ ക്ലൈമറ്റ്. ഏത് തരത്തിലുള്ള ക്ലൈമറ്റാണ് ആ ദ്വീപിലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നല്ല തണുപ്പായിരിക്കാം, അതല്ലെങ്കിൽ ചൂടായിരിക്കാം. ഏതായാലും ഏത് രൂക്ഷമായ മോശമായ കാലാവസ്ഥയിലും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങൾ നിങ്ങൾ കരുതിയിരിക്കണം. നമ്പർ 4, വെപ്പൺസ്. ഏതാനും ആയുധങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തിനാണത്? ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ഫ്രം പോസിബിൾ ഡേഞ്ചേഴ്സ് ആൻഡ് അറ്റാക്സ്. സാധ്യതയുള്ള അപകടങ്ങൾ, അതുപോലെ തന്നെ ആക്രമണങ്ങൾ. അതൊരുപക്ഷെ കാട്ട് മൃഗങ്ങളിൽ നിന്നാകാം, കാട്ട് വംശജരായിട്ടുള്ള അപരിഷ്കൃതരായിട്ടുള്ള കാട്ടുവാസികളിൽ നിന്നാകാം, മനുഷ്യരിൽ നിന്നാകാം. ഏതായാലും അതിൽ നിന്നൊക്കെ ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള ആയുധങ്ങൾ നിങ്ങൾ കരുതിയിരിക്കണം. നമ്പർ 5, മെറ്റീരിയൽസ് ഫോർ മേക്കിംഗ് എ ടെൻറ്റ്. ഒരു കൂടാരമൊരുക്കാനുള്ള, അതായത് നിങ്ങൾക്ക് രാത്രിയിൽ ഒരു ഷെൽട്ടർ, നിങ്ങൾക്കൊന്നുറങ്ങാൻ ഒരു ടെൻറ്റ് നിങ്ങൾ നിർമ്മിക്കേണ്ടി വരും. അതിനാവശ്യമായ വസ്തുക്കളും കരുതിയിരിക്കണം. യു വിൽ നോട്ട് ഫൈൻഡ് എ ഹൗസ് ഓർ റെസ്റ്റിംഗ് പ്ലേസ് ഇൻ എ ഡെസേർട്ടഡ് ഐലൻഡ്. മനുഷ്യവാസമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ നിങ്ങൾക്ക് തലചായ്ക്കാൻ, റെസ്റ്റ് എടുക്കാൻ, ഉറങ്ങാൻ വീടോ മറ്റു റെസ്റ്റിംഗ് പ്ലേസുകളൊന്നും കണ്ടെത്താൻ കഴിയില്ല. യു ഹാവ് ടു മേക്ക് യുവർ ഓൺ ഷെൽട്ടർ. നിങ്ങളുടെ അഭയകേന്ദ്രം നിങ്ങൾ തന്നെ തയ്യാറാക്കേണ്ടി വരും. ഇത് വിദ്യാർത്ഥികൾ ഒരു മോഡലായിട്ട് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ വസ്തുക്കൾ കണ്ടെത്താം. അതിൻ്റെ കാരണങ്ങളും നിങ്ങൾക്ക് വിശദീകരിക്കാം. നമ്മുടെ അധ്യായമായ എ ഷിപ്പ്രെക്ഡ് സെയിലർ എന്നുള്ള കഥയിലേക്ക് പോകും മുമ്പ് നീണ്ട ഒരു ഇൻട്രൊഡക്ഷൻ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അധ്യായം, ആ കഥയുടെ ഓഥറെ ഒന്ന് പരിചയപ്പെടാം. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്, 1927 to 2014. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ജനിച്ചത് 6 മാർച്ച് 1927, 1927 മാർച്ച് മാസം 6-ാം തീയതിയാണ്. അദ്ദേഹം മരണപ്പെട്ടത് 17 ഏപ്രിൽ 2014, 2014 ഏപ്രിൽ 17-നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1928 എന്നാണ് അദ്ദേഹത്തിൻ്റെ ജന്മവർഷം നൽകിയിരിക്കുന്നത്. അതൊരു തെറ്റാണ്. അങ്ങനെയുള്ള ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. ഇദ്ദേഹം ഒരു നോവലിസ്റ്റും കഥാകൃത്തും അതുപോലെ തന്നെ സിനിമ തിരക്കഥകളും രചിച്ച, മാത്രമല്ല ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. ഹി വാസ് അഫെക്ഷനേറ്റ്ലി കോൾഡ് ഗാബോ. അദ്ദേഹത്തെ എല്ലാവരും സ്നേഹപൂർവ്വം ആദരവുപൂർവ്വം ഗാബോ എന്നാണ് വിളിച്ചിരുന്നത്. ഹി വാസ് അവാർഡഡ് ദി ന്യൂസ്റ്റാർട്ട് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1972 ആൻഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. 1972 സാഹിത്യത്തിനുള്ള ന്യൂസ്റ്റാർട്ട് ഇന്റർനാഷണൽ പ്രൈസും 1982 സാഹിത്യത്തിലുള്ള നൊബേൽ പ്രൈസും അദ്ദേഹത്തിന് ലഭിച്ചു. Marcus's first major work is the story of a shipwrecked sailor. മാർക്കസിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആദ്യ വർക്ക്, കൃതി എന്നുള്ളത് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്രെക്ഡ് സെയിലർ എന്നുള്ള പ്രസിദ്ധമായ ഒരു കഥയാണ്. വിച്ച് he wrote as a newspaper series in 1955. 1955 അദ്ദേഹം അത് ഒരു ന്യൂസ് പേപ്പറിലെ സീരീസ്, പരമ്പര എന്ന രൂപത്തിലാണ് എഴുതി തുടങ്ങിയത്. ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് ഇൻക്ലൂഡ് 100 Years of Solitude 1967. 1967 രചിച്ച 100 Years of Solitude എന്നുള്ളതും, അതുപോലെ തന്നെ 1975 അദ്ദേഹം രചിച്ച ദി ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക്, അതുപോലെ മറ്റൊരു കൃതി 1985 പ്രസിദ്ധീകരിച്ച ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ തുടങ്ങിയതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ അറിയപ്പെടുന്ന കൃതികൾ. ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്രെക്ഡ് സെയിലർ ടെൽസ് ദ സാഗ ഓഫ് ലൂയിസ് അലിയാൻഡ്രോ വെലാസ്കോ,
എ 20-year-old sailor. 20 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു നാവികൻ. അദ്ദേഹത്തിൻ്റെ പേര് ലൂയിസ് അലിഹാൻഡ്രോ വെലാസ്കോ എന്നാണ്. ഈ വെലാസ്കോയുടെ സാഹസിക കഥകൾ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ധീരകഥകളെ കുറിച്ചാണ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്രക് സെയിലർ എന്നുള്ള കഥയിലൂടെ വിവരിക്കുന്നത്. ആരായിരുന്നു ഈ വെലാസ്കോ? ഹി വാസ് എ 20-year-old sailor. ഒരു 20 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു നാവികനായിരുന്നു. Who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. 1955 ഫെബ്രുവരി മാസം 28 കരീബിയൻ നടുക്കടലിൽ അദ്ദേഹം ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒഴുക്കപ്പെട്ടു, അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക്, കടലിലേക്ക് തെറിച്ചുപോയി. സാഗ എന്ന് പറഞ്ഞാൽ എ ലോങ് സ്റ്റോറി അബൌട്ട് പാസ്റ്റ് ഇവൻറ്റ്സ്, കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച ഒരു നീണ്ട കഥ, സാഹസിക കഥ, വീരകഥ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ അധ്യായത്തിൽ പറയുന്നത്. ക്ലിങ്ങിങ് ടു എ ലൈഫ് റാഫ്റ്റ് വിതൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ, ഹി സർവൈവ്ഡ് 10 days ഓൺ ദി ഓപ്പൺ സീ. വെലാസ്കോ അദ്ദേഹം ഒരു ലൈഫ് റാഫ്റ്റ്, ഒരു ജീവൻ രക്ഷാ ബോട്ട്, ലൈഫ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ബോട്ട്, അതിലേക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ഭക്ഷണവും വെള്ളവുമില്ലാതെ 10 ദിവസം തുറസായ കടലിൽ അദ്ദേഹം ജീവൻ നിലനിർത്തി. സർവൈവ്ഡ്, അദ്ദേഹം ഒരുവിധം ജീവിതം നിലനിർത്തി 10 ദിവസത്തോളം. വാട്ട് ഹാപ്പൻഡ് ടു വെലാസ്കോ ആൻഡ് ഷിപ്പ്മേറ്റ്സ്? വെലാസ്കോക്കും അദ്ദേഹത്തിൻ്റെ സഹ കപ്പൽ യാത്രികർക്കും എന്ത് സംഭവിച്ചു? റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ നോവല്ല ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻഡ് ടു ദം. ഇവിടെ തന്നിരിക്കുന്ന ഈ നോവല്ലയുടെ, ഈ ഷോർട്ട് നോവലിൻ്റെ ഏതാനും ഭാഗം മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദം, അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നോവല്ല എന്ന് പറയുമ്പോൾ എ ഷോർട്ട് നോവൽ, നോവലറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന. റാഫ്റ്റ് എന്നുള്ളത് ഒരു ബോട്ട്. നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ നമ്മൾ പറയാറുണ്ട് പലക കഷ്ണങ്ങൾ, മുളകൾ എല്ലാം ചേർത്ത് കെട്ടിക്കൊണ്ടുണ്ടാക്കുന്ന ചങ്ങാടം എന്നും അതിനർത്ഥമുണ്ട്. ഈ കഥയിൽ ലൈഫ് റാഫ്റ്റ് എന്നുള്ളത് ഒരു ലൈഫ് ബോട്ടാണ്, ഒരു ജീവൻ രക്ഷാ ബോട്ട്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം. എ ഷിപ്പ്വ്രെക്ക്ഡ് സെയിലർ എന്നുള്ള ഈ കഥയ്ക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ലെങ്തിയായ ഒരു ഇൻട്രൊഡക്ഷനും ബാക്ക്ഗ്രൗണ്ടുമാണ് നൽകിയിരിക്കുന്നത്. അതെല്ലാം തന്നെ നാം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതേ വീഡിയോയിൽ നാം കഥ കൂടി വിശദീകരിച്ചാൽ ഈ വീഡിയോ വളരെ ദൈർഘ്യം കൂടിയതായി പോകുമെന്ന് ഭയപ്പെടുന്നു. അതിനാൽ തന്നെ കഥ വിശദീകരിക്കുന്നത് ഈ വീഡിയോയുടെ തുടർന്നു വരുന്ന ഭാഗങ്ങളിലായിരിക്കും. നിങ്ങളുടെ സഹകരണങ്ങൾക്കും സഹായങ്ങൾക്കും നന്ദി. എല്ലാവരും വീഡിയോയുടെ 2ാം ഭാഗവും തുടർന്നു വരുന്ന ഭാഗങ്ങൾ കൂടി കാണാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ.